ഹലോ ഗായ്സ്, ഗെറ്റ് റെഡി വിത്ത് മൈ. എൻ്റെ ഈ ലുക്കൊന്നും കാര്യമൊക്കെ കണ്ട എല്ലാം മെസ്സിയാണ്. നമുക്ക് കഫേ പോകണം, അതിന് വേണ്ടി ഒരുങ്ങാം. പല്ല് പോയി വിളിച്ചിട്ടില്ല, ആദ്യം നമുക്ക് പല്ലേക്കാം. ഇനി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഇന്നെനിക്ക് ഒരുങ്ങാൻ ഒരു മൂഡും ഇല്ല. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തോ ചെയ്യാന് കാണിക്കല്ലേ. എന്താണ് ഇടുന്നത്? പുറത്ത് നല്ല മഴയാണ്, എന്നാലും നമുക്ക് സൺസ്ക്രീൻ ഇടാം. പള്ളി നിസ്കരിക്കാൻ പോയേക്കോ കേട്ടോ. അപ്പോൾ അത് തിരിച്ചു വരുമ്പോഴത്തേനും ഒരുങ്ങിന്നില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. മഴ പെയ്യുന്നുണ്ട്, പെട്ടാണ് ഇപ്പൊ. ഞാൻ പുതിയതായിട്ട് മേടിച്ചാണ്. ഇനിയുണ്ട്, കാണിച്ചു തരാം. ഞാൻ ഇത്രയും ഡള്ളായിട്ടിരിക്കാൻ കാരണം ഉച്ചയ്ക്കാണ് എണീറ്റത്. ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാളുകൊണ്ട് കഫേ പോകുന്നുണ്ട്. ദാറ്റ്സ് വൈ. പണി എടുക്കുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞ, അതാണ്. നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ആക്ച്വലി ഇട്ടപ്പോ നല്ല ബോറായിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഇരിക്കും അറിയാമോ. സത്യം പറഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് ഞാൻ സൺസ്ക്രീൻ പോലും ഇടുന്നില്ലായിരുന്നു. എനിക്ക് ഒരൊറ്റ ഓട്ടോളാം. ഞാൻ മറ്റേ മോതിരം മേടിച്ചപ്പോ അതിന്റെ കൂടെ മേടിച്ചാട്ടോ. ഇതുകൂടെ ഇട്ട് നോക്കാം. ഇതിനി എവിടെ ഇടും? ണമില്ലേലും കൈതപ്പൂ വേണമില്ലേലും ഒരു സ്ഥലമില്ലേലും ബാക്കി അറിയത്തില്ല. എന്തേലും ചെയ്യാം. മുടി കെട്ടിയേക്കുന്ന സത്യം പറഞ്ഞാൽ എപ്പോഴും ടാസ്ക് ആണ്. വെട്ടിയിട്ടതിന് ശേഷം ഈ സാധനം എവിടെ ഇരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ പഴയ ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. പണ്ട് ഞാൻ എങ്ങനെയാ മുടി കെട്ടുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ ചെവി വൃത്തിയാക്കി എടുക്കണം ആദ്യമേ. എന്നിട്ട് നല്ലപോലെ പിടിച്ച് അമ്മക്കെട്ട് കെട്ടാൻ. എന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിന്റെ മണ്ടയിൽ കൂടെ സ്ക്രഞ്ചീസ് ഇട്ട് കൊടുക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ ഫുള്ള് ഇങ്ങനെയായിരുന്നു മുടി കെട്ടാ. അവിടെ ഇരുന്നു. അന്നൊന്നും എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം അഴിച്ചിടുന്നില്ല, മഞ്ഞളാക്കുന്നില്ല, എണ്ണ തേക്കുന്നുണ്ട്, എല്ലാം ചെയ്യുമായിരുന്നു. പടുവറിടും. ഡോൺ ജഡ്ജ്, എല്ലാം മിസ്സിയാണ്, എല്ലാം. ഇങ്ങനെയൊന്നും പോലും ഞാൻ ഒരുങ്ങുന്നതല്ല കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് കുറച്ച് മാറ്റിയിട്ട് ഈ റിങ് ഇട്ട് കൊടുക്കും.